ഈ അടുത്തിടയ്ക്ക് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, സിവിൽ സർവീസസിനാണ് ആഗ്രഹമെന്ന് പറയും, സിവിൽ സർവീസസ് എഴുതുന്നു, സിവിൽ സർവീസസ് കിട്ടുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തുകൊണ്ട് ഭിന്നശേഷി സമൂഹത്തിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ നമ്മൾ സിനിമയിൽ അഭിനയിപ്പിക്കാൻ മുതിരുന്നില്ല? ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്ത്രീകളായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഞാൻ അടിവരയിട്ട് പറയുന്ന ഈ കുട്ടി ഹോമിയോപ്പതിയിൽ പോയാലും രക്ഷപ്പെടില്ല. ആ വാക്കാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും എക്കോ ചെയ്ത് മാറുന്നത്. ഹായ് ഓൾ, എൻ്റെ പേര് നന്ദി എന്നാണ്. എൻ്റെ ജനനം സെറിബ്രൽ പാൾസി ഡിസോർഡർ ബാധിച്ച ഒരു കുട്ടി എന്ന നിലയിലാണ് എൻ്റെ തുടക്കം തന്നെ വരുന്നത്. ഞാനൊരു ഭിന്നശേഷിക്കാരിയാണ്. എൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. പക്ഷെ അമ്മയ്ക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിന് കാരണം എൻ്റെ അമ്മയുടെ അമ്മൂമ്മയും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മ അച്ചാമ്മയും ഉള്ളതുകൊണ്ടാണ്. കാരണം അവർ നല്ല ഏജ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ കുഞ്ഞുങ്ങളെ നോക്കിയൊരു പരിചയമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിഷമിക്കരുത്, നമുക്ക് കുഞ്ഞിനെ നടത്തിയെടുക്കാം. കാരണം ഞാൻ ആദ്യം നടക്കില്ലായിരുന്നു, ഉരുളുക ചെയ്തത്, എഴയാൻ പോലും കഴിവില്ലാത്തൊരു കുഞ്ഞായിരുന്നു. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഓരോരോ ഈവൻറ്റ്സ് വരുമ്പോൾ, ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റേജസ് വരുമ്പോഴാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഹോമിയോപ്പതി കോളേജിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിന് മുന്നേ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊരു സാറ് പറഞ്ഞില്ലേ, ഞാൻ അടിവരയിട്ട് പറയുന്നു ഈ കുട്ടി ഹോമിയോപ്പതിയിൽ പോയാലും രക്ഷപ്പെടില്ല. അല്ലെങ്കിൽ പറയുന്നു, ഇത്രയും പെർഫെക്റ്റ് ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ ഇങ്ങനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുന്ന എന്താണ് ഇത്ര ഉറപ്പ്? ഈ അടുത്തിടയ്ക്ക് ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, സിവിൽ സർവീസസിനാണ് ആഗ്രഹമെന്ന് പറയും, സിവിൽ സർവീസസ് എഴുതുന്നു, സിവിൽ സർവീസസ് കിട്ടുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇപ്പോൾ സിനിമാ മേഖലകളിലായിക്കോട്ടെ അല്ലെങ്കിൽ സീരിയൽ എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണമെന്ന് പറയുന്ന പോലെ തന്നെ എന്തുകൊണ്ട് ഭിന്നശേഷി സമൂഹത്തിലെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെ നമ്മൾ സിനിമയിൽ അഭിനയിപ്പിക്കാൻ മുതിരുന്നില്ല? ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, സ്ത്രീകളായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, അവർ ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് സിനിമയിൽ വരാനുള്ള ഒരു അവസരം നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ആഗ്രഹം തലയ്ക്ക് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പക്ഷേ അവരുടെ ഈ ഒരു വൈകല്യം കൊണ്ട് മാത്രമാണ് മുന്നിലേക്ക് വരാത്തത്. എന്നോട് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, ഏറ്റവും സന്തോഷം തരുന്നത് സാമൂഹിക പ്രവർത്തനം ചെയ്യുമ്പോഴാണോ അതോ ഡോക്ടറായിരിക്കുമ്പോഴാണോ അല്ലെങ്കിൽ ഭാവിയിൽ സിവിൽ സർവീസസ് കിട്ടിക്കഴിയുമ്പോൾ അതാണോ ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്? അതൊക്കെ എൻ്റെ ഒരു മെറ്റീരിയലിസ്റ്റിക് ഹാപ്പിനെസ് ആയിരിക്കാം, ഓഫ് കോഴ്സ്. പക്ഷേ എൻ്റെ സോൾ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് എഴുതുമ്പോഴാണ്. ഒരു റൈറ്റർ എന്ന നിലയിൽ അറിയപ്പെടാൻ ഭയങ്കര ആഗ്രഹമാണ്. ഒരു 15 വയസ്സ് മുതൽ തന്നെ എനിക്കറിയാമായിരുന്നു എനിക്ക് കുറച്ച് സ്ട്രഗിൾസൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുമെന്നും എന്നെപ്പോലെ തന്നെ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുമുണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ എനിക്ക് എൻ്റെ വയ്യായ്കയെക്കുറിച്ച് അത്രത്തോളം ഞാൻ ബോധവതി ആയിരുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒതുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ചുറ്റിനുമുണ്ടാവും. കുറേ ആൾക്കാർ സഹതാപത്തിൻ്റെ കണ്ണുമായി നമ്മളെ സമീപിക്കാറുണ്ട്. അയ്യോ കുട്ടി വയ്യാത്ത കുട്ടിയാണല്ലേ. 80% സെറിബ്രൽ പാൾസിയാണ് എനിക്കുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അച്ഛനും അമ്മയ്ക്കും എനിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളെന്നല്ല പറയാം, ഈ ഒരു കുഞ്ഞിന് 6 മാസം ആകുമ്പോൾ തന്നെ ഡിഫറൻഷ്യലി ഏബിൾഡ് ആണ് അല്ലെങ്കിൽ സെറിബ്രൽ പാൾസി ആണ് എൻ്റെ മകൾക്ക് എന്നറിയുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്നൊരു ടെൻഷനുണ്ട്. അതൊരു വലിയ ട്രോമയാണ്. ഇതിനെ എങ്ങനെ അതിജീവിക്കും, എങ്ങനെ ഇങ്ങനെ ഒരു കുട്ടീനെ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് കടത്തി വിടും, എങ്ങനെ അവൾ ഒരു പ്രാപ്തിയായി മാറും, അതൊക്കെ വളരെ ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. അതുപോലെ തന്നെ സ്റ്റേജിലേക്ക് മുന്നിലേക്ക് കടന്നു വരാനും ഇതുപോലെ പല വേദികളിൽ സംസാരിക്കാനും ഒക്കെ പരിശ്രമിച്ചിരുന്നു. കുഞ്ഞുനാളിൽ തന്നെ LKG പഠിക്കുമ്പോൾ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ABCD Z വരെ പഠിക്കാൻ പറ്റി, ഒറ്റ ദിവസം കൊണ്ട്. അത് വളരെ അതിശയത്തോടെ അമ്മ പറയാറുണ്ടായിരുന്നു. അപ്പോൾ സെറിബ്രൽ പാൾസി എന്ന് പറയുമ്പോൾ തന്നെ 2 കൈക്കും 2 കാലിനും മുടന്താണ് എനിക്കുള്ളത്. വലത്തേക്ക് എനിക്ക് ആക്റ്റീവായിട്ട് വെക്കാൻ സാധിക്കാറുണ്ട്. കോളേജിലേക്ക് വന്നത് 2013 അവസാനത്തോടുകൂടിയാണ് ഗവൺമെൻറ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്ക് വന്നത്. അപ്പോൾ ഈവൻ ദോ മെഡിക്കൽ കോളേജ് MBBSലേക്ക് അഡ്മിഷൻ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കൈക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഹോമിയോപ്പതിയിലേക്ക് മാത്രമേ എനിക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ ഹോമിയോപ്പതിക് കോളേജിലേക്ക് ട്രാൻസ്ഫർ ആയി. അപ്പോൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പം അവിടുത്തെ സാറിന് ഭയങ്കര വിഷമമാണ്. ഇത്രയും പെർഫെക്റ്റ് ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ ഒരു ഇംപെർഫെക്റ്റ് ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പേഷ്യൻസ് വരുമ്പോൾ എന്താണ് ഇത്ര ഉറപ്പ്? ഈ കുട്ടീനെ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലേക്ക് വിടണോ? സിവിൽ സർവീസസ് ആണ് താല്പര്യമെന്ന് പറയുന്നു, ആർട്സ് സബ്ജക്ട്സിനോട് താല്പര്യമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് BA ഇംഗ്ലീഷ് മലയാളം അങ്ങനെ എന്തെങ്കിലും വിട്ടാൽ പോരെ? രോഗികളുടെ ജീവിതം വെച്ച് കളിക്കണോ? ഞാൻ അടിവരയിട്ട് പറയുന്ന ഈ കുട്ടി ഹോമിയോപ്പതിയിൽ പോയാലും രക്ഷപ്പെടില്ല. ആ വാക്കാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും എക്കോ ചെയ്ത് മാറുന്നത്. അന്നേരം അമ്മ പറഞ്ഞു, നീ പേടിക്കേണ്ട, നീ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ പോകൂ, നിനക്ക് അവിടെ 5.5 വർഷമുണ്ട്, നീ ആരാണെന്ന് തെളിയിക്കാനുള്ള സമയം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ വരുന്നത്. ഞാൻ പിങ്ക് ഹാർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസസ് ആസ്പിരൻസ് വെൽഫെയർ അസോസിയേഷൻ, സിവിൽ സർവീസസിന്
പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ സഹായിക്കുക. അതിന് വേറൊരു എൻ്റെ സെൽഫായിട്ടുള്ള നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈ ട്രാക്കിൽ നിന്ന് മാറാൻ പാടില്ല, സിവിൽ സർവീസ് എന്നുള്ള എൻ്റെ ആഗ്രഹത്തിൽ നിന്ന് മാറാൻ പാടില്ല എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ 2 സംഘടനകൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, വളരെ ആക്റ്റീവായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിലുണ്ടായ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ട്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എനിക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പഠിക്കാൻ കുറേ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളപ്പം ആ വേദനകളും വിഷമങ്ങളും ഒക്കെ മറക്കാനും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഇങ്ങനെ മുരടിച്ച് ജീവിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പം അതിനെയൊക്കെ ഹീൽ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നിയിരുന്നത് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ സ്ത്രീ സമൂഹം, ഭിന്നശേഷി സമൂഹം, ട്രാൻസ്ജെൻഡർ, ലെസ്ബിയൻ, ഗേ, അങ്ങനെ പല കമ്മ്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഓരോ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാതെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഒത്തിരി ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനൊരു ഇപ്പോൾ വൈറലായി വന്നിരിക്കുന്ന പല സ്റ്റോറീസും, അതുപോലെ തന്നെ എന്താ പറയുക, ഇങ്ങനത്തെ സിനിമകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ പലപ്പോഴും പല ആൾക്കാരും നമ്മളും കണ്ടിട്ടുണ്ട് അടക്കി, എന്താ പറയുക, അവരുടെ ആ ഒരു ബയോളജിക്കൽ ഇഷ്യൂ എന്ന് ഞാൻ പറയുന്നില്ല, ബയോളജിക്കൽ ചേഞ്ചിനെ അവർ എങ്ങനെ ഹാൻഡിൽ ചെയ്തു, അതൊക്കെ തുടക്കത്തിലേ കാണാൻ സാധിച്ചു. എല്ലാവർക്കും ഓരോ കുറവുകളുണ്ട്. ഇപ്പം കുറവുകളെന്ന് പറയുമ്പം ജന്മനാ തന്നെ കുറവ് വന്നവരാണ് നമ്മൾ. പക്ഷേ ജനിച്ചതിന് ശേഷം വരാം കുറവുകൾ. അതിപ്പോൾ ശാരീരികപരമാവാം, മാനസികപരമാവാം, സാമ്പത്തികപരമാവാം. ആ കുറവുകൾ മാക്സിമം നികത്തി ജീവിക്കുമ്പോഴാണ് നമ്മളെപ്പോഴെങ്കിലും നമ്മൾ ജീവിച്ചു തുടങ്ങി എന്നൊരു തോന്നൽ നമുക്ക് തന്നെ ഉണ്ടാവുക. ഒരു 28 വയസ്സായ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചു. ഇത്രയൊക്കെ ചെയ്തു എന്ന അഹങ്കാരത്തോടുകൂടി അല്ല പറയുന്നത്. ഇത്രയൊക്കെ എനിക്ക് 28 വയസ്സിൽ എൻ്റെ ഈ ഇത്രയും ഭിന്നശേഷി എന്ന ഒരു ലേബലിൽ നിന്നുകൊണ്ട്, ഒരു ഡോക്ടർ എന്ന നിലയിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇത്രയും വെല്ലുവിളികൾ ഉണ്ടായിട്ടും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെപ്പോലുള്ള എല്ലാ തികഞ്ഞ ഒരു വ്യക്തിക്ക് ഇനിയും കൂടുതൽ തികയ്ക്കാനുള്ള അവസരവും അനുഗ്രഹമൊക്കെ ദൈവം നിങ്ങൾക്കും തന്നിട്ടുണ്ട്. എനിക്ക് നാഷണൽ ആയുഷ് മിഷന് നാഷണൽ അവാർഡ് ഉണ്ടായിരുന്നു. പ്രസിഡൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നീട് അതിനുശേഷം ഒരുപാട് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പറ്റി. നാഷണൽ കോൺഫറൻസസ്, ഇൻ്റർനാഷണൽ ഹോമിയോപ്പതി കോൺഫറൻസ്, ഇൻ്റർനാഷണൽ ആയുഷ് കോൺക്ലേവ്. അതിനുശേഷമാണ് ഇൻ്റർനാഷണൽ ആയുഷ് കോൺഫറൻസിലേക്ക് സെലക്റ്റഡ് ആവുന്നത്. 2021 മാർച്ചിലാണ് സെലക്റ്റഡ് ആവുന്നത്. അങ്ങനെ ദുബായിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു ഇൻ്റർനാഷണൽ ആയുഷ് കോൺഫറൻസ്. അവിടെ നല്ല അപ്രിസിയേഷൻ കിട്ടി. കാരണം ഒരുപാട് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്തിരുന്നു. എന്നെക്കാട്ടും സീനിയറാണ്. അവരൊക്കെ എന്നെക്കാട്ടും വളരെ എക്സ്പീരിയൻസസ് ഉള്ള ആൾക്കാരാണ്, ടാലൻറ്റഡുമാണ്. പക്ഷേ ഞാനൊരു ഡിഫറൻഷ്യലി ഏബിൾ കമ്മ്യൂണിറ്റി ആയതുകൊണ്ടും ജൂനിയർ ആയതുകൊണ്ടും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു എക്സ്ട്രാ റിസർച്ച് വർക്ക് ചെയ്തതുകൊണ്ടും അവർക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് ഫീൽ ചെയ്തു.